നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അതിൻ്റേതായ ഒരു ടീം തന്നെ നമുക്ക് അതിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ലീഡ് വരുന്ന സമയത്ത് ആദ്യം നമ്മുടെ ഒരു ടെലികോളർ വന്ന് സംസാരിക്കുകയാണ്. ഫസ്റ്റ് ടൈം ഒരു ടെലികോളറായിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. ടെലികോളർ സംസാരിച്ചതിന് ശേഷം നമുക്കത് മനസ്സിലാവുകയാണ് ഇത് ജെന്യുവിനാണ് കാര്യങ്ങളാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നെക്സ്റ്റ് അത് സെയിൽസിലെ ഒരു സെയിൽസ് മാനേജർ പോസ്റ്റുള്ള ഒരാളായിട്ട് അവിടെ സംസാരിക്കും. എന്തൊക്കെയാണ് അവരുടെ നീഡ്സ് കാര്യങ്ങൾ എന്തെല്ലാം മനസ്സിലാക്കും. ഈ പറഞ്ഞ ഓൺലൈൻ കൊട്ടേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് പറയും, കസ്റ്റമർക്ക് പറയും എനിക്ക് നേരിട്ട് കാണണം, എനിക്ക് കുറച്ച് കൺസേൺസ് ഉണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ നേരിട്ട് വിസിറ്റ് ഉള്ള സമയത്ത് നമ്മൾ നേരെ നമ്മുടെ സെയിൽസ് മാനേജർ അവിടെ നേരെ പോവുകയും അവരോട് സംസാരിക്കും, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുകയും കൂട്ടത്തിൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മുടെ സൂപ്പർവൈസറാണ് അവിടെ പോകുന്നത്. ടെക്നീഷ്യന് പോവും. ടെക്നീഷ്യൻ പോയി അവിടുന്ന് മെഷർമെൻറ്റ് എടുത്ത് വരും. മെഷർമെൻറ്റ് എടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ഇതിൻ്റെ കോട്ട് കൊടുക്കുക. കോട്ട് കൊടുക്കുമ്പോൾ അക്കൗണ്ട്സിൽ നിന്ന് അവർ കോട്ടുകൾ കാര്യങ്ങൾ ഇവിടുന്ന് പ്രിപ്പയർ ചെയ്ത് കോട്ട് കൊടുക്കും. കോട്ട് കൊടുത്തതിന് ശേഷം ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൈമാറും. ഇപ്പോൾ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ ഓപ്പറേഷൻ മാനേജർ ഉണ്ട്. അവരത് കറക്റ്റായിട്ട് എക്സിക്യൂട്ടീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തോളും. ആരൊക്കെ എത്ര ലേബേഴ്സിനെ വേണം, ഏതൊക്കെ വർക്ക് എന്ന് ചെയ്യണം, എന്തൊക്കെ പ്രൊഡക്റ്റ് വേണം, ഇതൊക്കെ അവർ കറക്റ്റായിട്ട് ഒരു സിസ്റ്റം തന്നെ അവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവസാനം നമ്മൾ ആ കസ്റ്റമറുടെ ടെസ്റ്റിമോണിയലാണ് നമ്മൾ നമ്മുടെ വർക്ക് അവസാനിക്കുന്നത്.